UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. പ്രവാസികൾക്ക് വിദേശത്ത് വെച്ച് തന്നെ വോട്ടവകാശം എന്ന വിഷയം 4 മണിക്കൂറിലാണ് ചർച്ചയ്ക്കെത്തിയത്. അതുകൊണ്ട് തന്നെ കോടതിയുടെ ആവശ്യം പോലും മറികടക്കുവാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് സാധിച്ചു. ഒട്ടനവധി പ്രവാസി വോട്ടർമാരുള്ള നമ്മുടെ നാട്ടിൽ ഈ ആവശ്യം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുൻപെങ്കിലും നടത്തിക്കിട്ടട്ടെ എന്ന പ്രാർത്ഥനയോടെ പ്രവാസ ലോകം ഇവിടെ ആരംഭിക്കുകയായി. ഒരിക്കൽ കൂടി എല്ലാ മാന്യ പ്രേക്ഷകർക്കും UAE എക്സ്ചേഞ്ച് പ്രവാസ ലോകത്തിലേക്ക് സ്വാഗതം. ചികിത്സാർത്ഥം നാട്ടിലേക്ക് പോകുന്ന കൊല്ലം പുനലൂർ സ്വദേശിയും നവോദയ മാർക്കറ്റ് യൂണിറ്റ് മെമ്പറുമായ കാസിം കുഞ്ഞുറാവുത്തറിന് നവോദയ അൽക്കൈക്ക് മാർക്കറ്റ് യൂണിറ്റ് സൗജന്യമായി വിമാന ടിക്കറ്റ് നൽകി. ഏരിയ ജീവകാരുണ്യ വിഭാഗം ജോയിന്റ് കൺവീനർ റഹീം പുനലൂർ ടിക്കറ്റ് കൈമാറി. അയ്യ കാസിം കുറച്ചു ദിവസമായി അസുഖമായി ജോലിക്ക് പോകാൻ കഴിയാതെ ബുദ്ധിമുട്ടുകയായിരുന്നു. അൽക്കൈക്കിൽ ബൂഫിയിൽ ജോലി ചെയ്തു വരികയായിരുന്നു ഇദ്ദേഹം. ചടങ്ങിൽ നവോദയ കേന്ദ്ര കമ്മിറ്റി മെമ്പർമാരായ മീരാൻ സാഹിബ്, നാണു, രാജചന്ദ്രൻ, ഏരിയ സെക്രട്ടറി സജീവ് കുമാർ, ദേശാഭിമാനി ഏരിയ കൺവീനർ വസന്തകുമാർ, മാർക്കറ്റ് യൂണിറ്റ് എക്സിക്യൂട്ടീവ് അംഗങ്ങളായ മോഹനൻ, സലാം, മുരളീധരൻ മാവേലിക്കര എന്നിവർ പങ്കെടുത്തു. കഴിഞ്ഞ ഡിസംബറിലാണ് ആന്ധ്രാപ്രദേശ് നിസാമാബാദ് സ്വദേശി രജുലാമ്മ തൊഴിൽ തേടി സൗദിയിലെത്തിയത്. ഫഹർ അൽബത്തീനിലെ ഒരു സ്വദേശിയുടെ വീട്ടിൽ ജോലി തുടങ്ങിയ രജുലാമ്മയ്ക്ക് തൊഴിലുടമയുടെയും മകന്റെയും ഭാഗത്തുനിന്ന് ക്രൂരമായ പീഡനങ്ങളാണ് ഏറ്റുവാങ്ങേണ്ടി വന്നത്. 1 മാസത്തിനുള്ളിൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോലീസിൽ അഭയം തേടി 2 മാസത്തിലധികം ഹഫർ അൽബത്തീൻ പോലീസ് സ്റ്റേഷനിൽ കഴിഞ്ഞു. ഇതിനിടയിൽ സ്പോൺസർ പല പ്രാവശ്യം പോലീസ് സ്റ്റേഷനിൽ വന്ന് രജുലാമ്മയെ കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു. എന്നാൽ രജുലാമ്മ തിരിച്ചു പോകാൻ തയ്യാറായില്ല. കഴിഞ്ഞ മാർച്ചിൽ രജുലാമ്മയെ ഹഫർ അൽബത്തീനിൽ നിന്ന് ദമാം തർഹീലിലെത്തിച്ചു. തെലുങ്ക് മാത്രം സംസാരിക്കുന്ന രജുലാമ്മയിൽ നിന്ന് നവയുഗം ജീവകാരുണ്യ പ്രവർത്തക സഫിയ അജിത്, ജിദ്ദയിൽ നിന്ന് മാധ്യമപ്രവർത്തകൻ മുഹമ്മദ് ഇർഫാന്റെ സഹായത്തോടെ വിവരങ്ങൾ ശേഖരിച്ചു. സ്പോൺസറെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും കഴിഞ്ഞില്ല. രജുലാമ്മയുടെ കൈവശമുണ്ടായിരുന്ന ആധാർ ഫിംഗർ പ്രിന്റിന്റെ സഹായത്തോടെ ലഭിച്ച പാസ്പോർട്ട് നമ്പർ എന്നിവ ഉപയോഗിച്ച് SM താജുദ്ദീന്റെ സഹായത്തോടെ എംബസിയിൽ നിന്ന് ഔട്ട് പാസ് കരസ്ഥമാക്കി തർഹീലിൽ നിന്ന് എക്സിറ്റ് രേഖപ്പെടുത്തി. മുഹമ്മദ് ഖലീൽ എടുത്തു നൽകിയ ടിക്കറ്റിൽ കഴിഞ്ഞ ദിവസത്തെ ഒമാൻ എയർവേസിൽ രജുലാമ്മ നാട്ടിലേക്ക് മടങ്ങി. ടിക്കറ്റും യാത്രാരേഖകളും സഫിയ അജിത്, തർഹീൽ ഉദ്യോഗസ്ഥരായ കാസിം, അബ്ദുൽ സാദിഖ് അബു എന്നിവർ ചേർന്ന് രജുലാമ്മയ്ക്ക് കൈമാറി. 10 വർഷം മുൻപ് ഗൾഫിലേക്കെന്നും പറഞ്ഞ് ബോംബെയിലേക്ക് പോയ കല്ലറ പാങ്ങോട് സ്വദേശി ഹക്കീമിനെ തേടിയാണ് അദ്ദേഹത്തിന്റെ ഉമ്മയും ജ്യേഷ്ഠനും ഇവിടെ എത്തിയിരിക്കുന്നത്. 4 വർഷത്തോളം അദ്ദേഹം മസ്കറ്റിൽ ഒരു തൊഴിലാളിയായി ജോലി ചെയ്തിരുന്നു എന്നിവർക്ക് വിവരം ലഭിച്ചിട്ടുണ്ട്. എന്നാൽ അതിനുശേഷം ഹക്കീമിന് എന്ത് സംഭവിച്ചുവെന്നോ ഹക്കീം ഇപ്പോൾ എവിടെയാണെന്നോ ഇവർക്കറിയില്ല. ഹക്കീമിനെ കുറിച്ചുള്ള വിശദ വിവരങ്ങൾ ഈ കുടുംബത്തോട് നമുക്ക് ചോദിച്ചറിയാം. ഹക്കീം വീട്ടിൽ പറഞ്ഞിട്ടല്ലേ പോയത്? ആദ്യം മസ്കറ്റിലായിരുന്നു. അത് മാമ വിസ എടുത്ത് കൊടുത്താണ് കൊണ്ടുപോയത്. നാട്ടിലേക്ക് വന്നു. അവിടെ വന്ന് കല്ലറ മൊഹീദ്ദീൻ പള്ളിക്ക് അടുത്ത് ഒരു 5 സെന്റ് സ്ഥലം വാങ്ങിച്ചു. വാങ്ങി അങ്ങനെ നിന്ന് വിവാഹം ചെയ്തിട്ടില്ലായിരുന്നു. അങ്ങനെ അതിനുള്ള ശ്രമം നടത്തിയിരുന്നു. അങ്ങനെ നടക്കാതെ വന്നപ്പോൾ അത് വസ്തു കൊടുത്തു. ആ ക്യാഷും കൊണ്ടാണ് ബോംബെയിൽ നിന്നും വിസ ആരാ കൊടുക്കാമെന്ന് പറഞ്ഞു, ട്രാവൽസിൽ നിന്ന്. അങ്ങനെ ഈ പൈസ കൊണ്ട് അതിന് അങ്ങനെയാണ് പോകുന്നത്. പിന്നെ പോയതിനു ശേഷം പിന്നെ ഒരു വിവരങ്ങൾ വിദ്യാഭ്യാസം ഉണ്ട്. 5ാം ക്ലാസ് 8ാം ക്ലാസ് വരെ പോയി. 10 വർഷം മുമ്പാണ്. 10 വർഷം ബോംബെയിൽ ചെന്നിട്ട് വിളിച്ചോ? വിളിച്ചില്ല. ബോംബെയിൽ നിന്ന് അങ്ങോട്ട് മസ്കറ്റിലേക്ക് പോയി എന്ന് ആരെങ്കിലും പറഞ്ഞോ? മസ്കറ്റിലല്ല, സൗദിയിലേക്കാണ് പോകുന്നത് പറഞ്ഞു. പോയിട്ടുണ്ടോ? ഇല്ല. 10 വർഷമായി. അല്ല, ഞാൻ ചോദിച്ചതല്ല, ഈ 10 വർഷത്തിന് മുമ്പ് പോയല്ലോ, ബോംബെക്ക് പോയല്ലോ, ഗൾഫിലേക്ക് പോകാന്നുണ്ട് 5 സെന്റ് വിറ്റിട്ട്. ആ വിറ്റ് പോയതിന് ശേഷം വിറ്റല്ല പോയത്, അത് മാമ ആദ്യം കൊണ്ടുപോയത് എന്റെ സഹോദരനാണ് കൊണ്ടുപോയത്. സഹോദരൻ കൊണ്ടുപോയി 3 വർഷം അവിടെ നിന്ന്. അതല്ല ഞാൻ പറഞ്ഞു, അതിന് ശേഷം വന്നിട്ടാണല്ലോ 5 സെന്റ് സ്ഥലം വാങ്ങിച്ചത്. 5 സെന്റ് വിറ്റിട്ടാണല്ലോ വീണ്ടും പോകുന്നത്, ബോംബെക്ക് പോകുന്നത്. അതിനുശേഷം വിളിച്ചോന്ന് ചോദിച്ചു. ഇല്ല. ബോംബെയിൽ എത്തിയതിനു ശേഷം വിളിച്ചിട്ടേ ഇല്ല. പിന്നെ ആരാ പറഞ്ഞു 4 വർഷം ഇവിടെ ഉണ്ടായിരുന്നു മസ്കത്തിൽ? അവിടെ ഉണ്ടായിരുന്നു മസ്കറ്റിലെ 10 വർഷത്തേക്ക് മുമ്പാണ്. ഈ 10 വർഷത്തിന് ശേഷം എവിടെയുണ്ടെന്ന് യാതൊരു നിശ്ചയമില്ല. ഗൾഫിൽ പോയിട്ടുള്ളതിന് ഒരു ഇതുമില്ല. ബോംബെയിൽ എവിടെയെങ്കിലും ചെന്നുള്ള ഒരു ഇതുമില്ല. ഒരു വിവരമില്ല ഹക്കീമിനെ കുറിച്ച്. ഹക്കീം കല്യാണം കഴിച്ചിട്ടുമില്ല, ഒന്നുമില്ല.
അപ്പോൾ നിങ്ങൾ ആരോടും അന്വേഷിച്ചിട്ടില്ല? അന്വേഷിച്ചിട്ടുണ്ട്. അപ്പോൾ എന്ത് അന്വേഷിച്ചു, ദൂരദർശനിൽ കൊടുത്ത് ഫോട്ടോ കാണിച്ചു. പിന്നെ ഹക്കീമിന് എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ? ഇല്ല, വേറെ വീട്ടിൽ നിന്ന് നല്ലതുപോലെ തന്നെ രാവിലെ ഇറങ്ങി പോയത്. വേറെ ദുശീലങ്ങളൊന്നും ഇല്ല. വേറെ ഈ പള്ളികളിൽ പോയിരിക്കുക അങ്ങനെയൊന്നുമില്ല, ഒന്നുമില്ല, ഒരു തരത്തിലുള്ളതില്ല. അപ്പോ മാനസികമായിട്ടൊന്നും വിവാഹം കഴിക്കാത്തതിന്റെ ഒരു ദുഃഖം ഉണ്ടായിരുന്നോ ഹക്കീമിന്? ഇല്ല. പോയി ഇനി ഒരു യാത്രയോടെ പോയിട്ട് വന്നിട്ട്. എത്രാമത്തെ വയസ്സിലാണ് ഹക്കീം ഇപ്പൊ ഒടുവിൽ പോകുന്ന? 27 വയസ്സിലാണ്. 27 വയസ്സായിട്ടുണ്ടായിരുന്നുള്ളൂ. ഇവിടുന്ന് പോവാപ്പോ 27 വയസ്സ്. ഇപ്പൊ 37 വയസ്സായി. ഹക്കീം വരേണ്ട സമയമായിരിക്കും. അവങ്ങളിവിടെ വരാൻ കാരണം ഹക്കീം ബോംബെയിലോ ഗൾഫിലോ എവിടെയെങ്കിലും ഉണ്ടാവും. കുറച്ച് പൈസ ഉണ്ടായിരുന്നല്ലോ കയ്യിൽ, അല്ലേ? 75,000 കയ്യിലുണ്ടായി. ഒരു വിവരമില്ല അതിനുശേഷം. ഹക്കീം അങ്ങനെ വീട്ടിലേക്ക് വിളിക്കാതിരിക്കുന്ന ഒരാളാണ്. ഇല്ല. അതിനുശേഷം ഇങ്ങനെ തിരക്കി നടന്നാണ് പാപ്പ മരിച്ചനകീൻ അവൻ അറിഞ്ഞിട്ടില്ല, വിളിച്ചിട്ടുമില്ല, എവിടെയാണെന്നും ഒന്നും അറിഞ്ഞൂടാ. വീട്ടിലെല്ലാ സാധനങ്ങളും മേടിച്ച് തന്ന് 2 മാസത്തേക്ക് മേടിച്ച് തന്നിട്ടാണ് ഇങ്ങനെ പോകുന്നത്. അവനെ കണ്ടെത്തണം പറഞ്ഞാണ് വന്നത്. എത്ര മക്കളമ്മ? 3 ആമക്കൾ. മൂത്തത്. അതിന്റെ താഴെ ഹക്കീം. എൻ്റെ താഴെ ഹക്കീം. അതിന്റെ താഴെ ഇപ്പോൾ ഒരാളുണ്ട്. ഇതിപ്പോ ഹക്കീമിന്റെ മകനാണ്. അമ്മപ്പാരെ കൂടെ ഇവരെ കൂടെ ഇളയ മോൻ്റെ കൂടെയും ഇവരെ കൂടെയും കൂടെ തന്നെ ഒക്കെ ആയിരുന്നു. 3 ആൺകുട്ടികളാണല്ലോ. 3 ആൺകുട്ടികളാണ്. അലീതാണ് രണ്ടാമത്താണ്. ഞാൻ പോയത്. അപ്പൊ ഹക്കീമിനെ നമുക്ക് കൊണ്ടുവരണം. നോക്കാം. പ്രവാസലോകം പ്രേക്ഷകരോടുള്ള ഒരു അഭ്യർത്ഥനയാണ്, അതുപോലെ ഹക്കീമിനോടും. ഹക്കീം ഇന്ത്യയുടെ ഏതോ നഗരത്തിൽ, പ്രത്യേകിച്ച് ബോംബെ പോലെയുള്ള നഗരത്തെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് ഹക്കീം പോയത്. ഹക്കീം പോയതിന് ശേഷം യാതൊരു വിവരവുമില്ല. ഹക്കീമിൻ്റെ കയ്യിൽ നല്ല പൈസയാണ്. അന്നത്തെ 10 വർഷം മുമ്പ് 75,000 രൂപ എന്ന് പറഞ്ഞാൽ അത്ര മോശപ്പെട്ടൊരു സംഖ്യയായിരുന്നില്ല ഉണ്ടായിരുന്നത്. അതാണ് എനിക്കൊരു ഭയം തോന്നിയത്. ഒരു വിവരമില്ല ഹക്കീം. ഹക്കീമിനെ കാത്തിരിക്കുകയാണ് ഉമ്മ. ഇപ്പോൾ മരിച്ചിരിക്കുന്നു ഹക്കീം. ബോംബെയിൽ നിന്ന് ഗൾഫിലേക്ക് പോയോ എന്നും അറിയില്ല. ഈ ഭാഗത്തുനിന്ന് ധാരാളം പേര് ബോംബെയിലുമുണ്ട്, അതുപോലെ തന്നെ ഗൾഫ് നാടുകളിലൊക്കെ ഉള്ള സ്ഥലമാണ്, അല്ലേ നിങ്ങളുടെ നാട്? അവരാരും ഹക്കീമിനെ കണ്ടതായിട്ട് ഇതുവരെ ഈ കുടുംബത്തെ അറിയിച്ചിട്ടില്ല. തീർച്ചയായിട്ടും ഹക്കീം ഈ പ്രോഗ്രാം കാണും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ലോകത്ത് നഷ്ടപ്പെടുന്ന മനുഷ്യരെ ഏറ്റവും കൂടുതൽ കണ്ടെത്തിയ ഒരു പ്രോഗ്രാമാണ് പ്രവാസലോകം എന്ന് പറയാൻ ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കഴിഞ്ഞ 14 വർഷമായിട്ട് കൈരളി TV-യിൽ ഇത് നിരന്തരമായിട്ട് പ്രക്ഷേപണം ചെയ്യുന്നൊരു പ്രോഗ്രാമാണ്. വളരെ അത്ഭുതകരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഇത് പലപ്പോഴും നടത്തിയിട്ടുള്ളത്. ഇത് ആരൊക്കെയോ എവിടെയൊക്കെയോ മിസ് ചെയ്യാതെ കാണുന്നു, കണ്ടെത്തുന്നു. ഇങ്ങനെയുള്ള ഒരു അപൂർവമായിട്ടുള്ള ഒരു സംഭവമായിട്ട് പരിണമിച്ചത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഹക്കീമിനെ കണ്ടെത്തുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ഇത് 3 പ്രാവശ്യം കൈരളി TV-യിൽ പ്രക്ഷേപണം ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഹക്കീം പ്രത്യക്ഷപ്പെട്ടിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ഹക്കീമിൻ്റെ വീട്ടിലേക്ക് വിളിക്കും എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, പ്രത്യാശിക്കുന്നു. ഹക്കീമിന് നാട്ടിലേക്ക് വരാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിൽ ഞങ്ങളെ വിളിച്ചാൽ മതി. എന്നെയോ റഫീഖിനെയോ വിളിച്ചാൽ എന്തെല്ലാം സഹായങ്ങൾ വേണമെങ്കിലും ചെയ്യും. പ്രവാസ ലോകത്തിൽ പ്രത്യക്ഷപ്പെട്ട ഹക്കീമാണ് എന്ന് പറഞ്ഞാൽ ഏത് ആളുകളും നിങ്ങളെ സഹായിക്കും. കാരണം അത്തരത്തിലുള്ള മനുഷ്യരുടെ വിഷയങ്ങൾ വളരെ ഗൗരവപൂർവ്വം കൈകാര്യം ചെയ്യുന്ന ആളുകളാണ് ഞങ്ങളെന്ന് ലോകത്തെമ്പാടും അറിയുക. ലോകം മുഴുവൻ ഇന്ന് ഹക്കീമിനെ ശ്രദ്ധിക്കുന്നുണ്ടാവും ഈ പ്രവാസ ലോകത്തിലൂടെ. ഹക്കീം തീർച്ചയായിട്ടും തിരിച്ചു വരണം. ഹക്കീമിനെ കണ്ടെത്തുന്നവർ കഴിയുന്നതും വേഗം ഞങ്ങളെ അറിയിക്കുകയോ അവരുടെ കുടുംബത്തെ അറിയിക്കുകയോ ചെയ്യണം. തീർച്ചയായിട്ടും 10 വർഷം ഒരു നീണ്ട കാലഘട്ടമാണ് എങ്കിൽ കൂടി ജീവിതം ഇനിയും
തുടങ്ങാനുള്ള വയസ്സേ ഹക്കീമിനായിട്ടുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഹക്കീം ദയവ് ചെയ്ത് തിരിച്ചു വരിക, സ്വന്തം നാട്ടിൽ കുടുംബത്തോടൊപ്പം ചേരുക, ഉമ്മയെ സമാധാനിപ്പിക്കുക, ജ്യേഷ്ഠന്മാരെ സഹോദരങ്ങളെ സമാധാനിപ്പിക്കുക, അതുപ്രകാരം കൈരളിക്കും സന്തോഷം നൽകുക എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഹക്കീം തിരിച്ചു വരിക, ഉമ്മ ധൈര്യമായിട്ട് പോകുക കേട്ടാ. ഹെവി ട്രക്ക് ഡ്രൈവറായി സൗദിയിലെ താബൂക്കിലെത്തിയ അമ്പലപ്പുഴ സ്വദേശി അജയകുമാറിന് മതിയായ വേതനമോ താമസ സൗകര്യങ്ങളോ ലഭിക്കുകയുണ്ടായില്ല. നിരന്തരമായ പീഡനത്തിനൊടുവിൽ രോഗബാധിതനായി അദ്ദേഹം ആശുപത്രിയെ അഭയം പ്രാപിക്കുകയായിരുന്നു. എന്നിട്ടും അജയന്റെ സ്പോൺസർ അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കുകയുണ്ടായില്ല. മാസ് താബൂക്ക് വൈസ് പ്രസിഡന്റ് ഉണ്ണി മുണ്ടുപറമ്പും സുഹൃത്തുക്കളും നടത്തിയ ശ്രമകരമായ ഒരു രക്ഷപ്പെടുത്തലിന്റെ കഥയാണ് ഇനി. പ്രവാസലോകം സൗദിയിലെ തബൂക്കിൽ നിന്നും നാട്ടിലെത്തിച്ച അമ്പലപ്പുഴ സ്വദേശിയായ അജയൻ്റെ കഥ മറ്റൊരു ആടുജീവിതത്തിൻ്റെ സാക്ഷ്യപത്രമാണ്. ബെന്യാമിൻ എഴുതിയ കഥയേക്കാളും ദുസ്സഹമായിരുന്നു സത്യം പറഞ്ഞാൽ അജയൻ്റെ ജീവിതം. അജയൻ 4 വർഷം മുമ്പ് സൗദിയിലേക്ക് പോയി ഡ്രൈവറായിട്ടാണ് പോയിരുന്നത്. കഴിഞ്ഞ 1 വർഷം മുമ്പ് നാട്ടിലേക്ക് വരാൻ സാധിച്ചു. പക്ഷേ കഴിഞ്ഞ 4 വർഷങ്ങളിലും സൗദി ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നില്ല. ഏജൻറ്റ് അത് ഓഫർ ചെയ്തായിരുന്നു അല്ലേ? ഇല്ല, അപ്പം അങ്ങനെ പറഞ്ഞിരുന്ന എടുക്കാന്ന് പറയുന്നല്ല, എടുക്കുന്നില്ല. എല്ലാ പേപ്പറുകളും റെഡിയാക്കിയിട്ട് വിളിക്കാൻ താല്പര്യമില്ലാതില്ല. എനിക്ക് അത്ഭുതം തോന്നി. അമ്പിളിയോട് ഞാൻ ചോദിച്ചു, ഒരു മലയാളി ഡ്രൈവറായിട്ട് ഇത്രയും ഹെവി ഡ്യൂട്ടി വണ്ടികളുടെ ഡ്രൈവറായിട്ട് കഴിയാന്ന് പറയുന്നത് തന്നെ അത്ഭുതമാണ്. കാരണം സിഖുകാരും പാകിസ്ഥാനികളൊക്കെ ചെയ്യുന്ന പണിയാണ് അവർ മലയാളി ഏറ്റെടുത്ത് ചെയ്തിരുന്നത്. എന്നിട്ടും കഴിഞ്ഞ 4 വർഷം ജീവിതം ദുസ്സഹം തന്നെയായി തുടങ്ങി. സ്വന്തമായി കിടക്കാൻ റൂം പോലും ഉണ്ടായിരുന്നില്ല. ഇല്ല എന്നുള്ളതല്ല, അതിനകത്ത് യാതൊരുവിധ സൗകര്യങ്ങളും ഉണ്ടായിരുന്നില്ല. ചിലപ്പോൾ തൊഴുത്തിൽ കിടക്കേണ്ടി വന്ന ആടുകളുടെ അതേ സാഹചര്യം. ആടുകളിലും നമ്മുടെ റൂമായിട്ട് വലിയ വ്യത്യാസമില്ല, അതിലും മോശം. 15 ദിവസമാണ് മഞ്ഞപ്പിത്തം ബാധിച്ച് കിടന്നത്. സ്പോൺസർ തിരിഞ്ഞു നോക്കിയില്ലെന്ന് മാത്രമല്ല, മാസ് താബൂക്കിൻ്റെ പ്രവർത്തകർ ഇത് ഏറ്റെടുത്തും ഹോസ്പിറ്റൽ ബില്ലടക്കാൻ അയാൾ തയ്യാറായിരുന്നില്ല. 4 വർഷം 1ഉം 2ഉം വർഷമല്ല, 4 വർഷം സൗദി ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാതെ അവരുടെ കാറ്റൽ ഫാമിലിക്കും ആടുകളെക്കാളും മോശമായിട്ടുള്ള ജീവിത വ്യവസ്ഥയിൽ ജീവിക്കുകയായിരുന്നു അജയൻ. എന്നിട്ട് അവസാന സമയത്ത് നമ്മൾ വീട്ടിലേക്ക് ഒടുവിൽ നാട്ടിലേക്ക് തിരിച്ചു വരാൻ വേണ്ടിയിട്ട് റിലീസ് ചോദിച്ചപ്പോൾ അയാൾ 10,000 റിയാൽ ആവശ്യപ്പെട്ടു. 11,000 റിയാൽ ആവശ്യപ്പെട്ടു. പിന്നെ നമ്മുടെ ചേട്ടനെ പോലെ ഉള്ള ഒരാളാണ് സതീഷ്. ഞാൻ ചെന്നപ്പോൾ സതീഷിൻ്റെ കൂടെയായിരുന്നു താമസിച്ചിരുന്നത്. എന്നെ ആ പുള്ളി വീട്ടിൽ അവരുടെ റൂമിൽ കൊണ്ടുപോയി, വേറൊരു കമ്പനിയാണ്, അവരുടെ റൂമിൽ കൊണ്ടുപോയിട്ട് അവിടുന്ന് ആശുപത്രിയിൽ പോയി ചികിത്സ. ഇത് നമ്മുടെ ചെന്ന് നേരത്തെ കിടന്ന റൂമിൽ കിടന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഇപ്പോൾ കാണാൻ പറ്റില്ല. യദു അജയൻ്റെ ഇളയ മകനാണ്. യദുവും മൂത്തതൊരു മകളും ഉണ്ട്. അവന് കണ്ണിൻ്റെ ഒരു ഓപ്പറേഷൻ ഉണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ അത് ചെയ്യേണ്ടതായിരുന്നു. അതിനുള്ള ഓപ്പറേഷനുള്ള പണം പോലും കണ്ടെത്താൻ സത്യത്തിൽ അജയന് സാധിച്ചിരുന്നില്ല. അജയൻ്റെ ശാരീരികമായ അധ്വാനത്തെക്കാളും കൂടുതൽ അജയനെ വിഷമിപ്പിച്ചത് മാനസികമായ അദ്ദേഹത്തിൻ്റെ അധ്വാനമാണ്, മാനസികമായ വിഷമങ്ങളാണ്. ശമ്പളം കിട്ടിയിരുന്നില്ല മുറക്ക്, കൂടാതെ ലൈസൻസും കിട്ടിയിരുന്നില്ല. മഞ്ഞപ്പിത്തം ബാധിച്ച് 15 ദിവസം കിടന്നു. 15 ദിവസം കിടക്കാമെന്നൊക്കെ പറയുമ്പോഴറിയാമല്ലോ, മുഴുവൻ ആരോഗ്യവും പോയി. ഇപ്പോൾ യദുവിനെ നമുക്ക് കണ്ണിന് ഓപ്പറേഷൻ ചെയ്യേണ്ടതുകൊണ്ട് അജയൻ ശൂന്യമായ പോക്കറ്റുമായിട്ടാണ് നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. അജയൻ ഇനി തിരിച്ചു പോകണ്ടോ സൗദിയിലേക്ക്? റീ എൻട്രി ആണല്ലോ. എന്തു ചെയ്യാനി? പുള്ളിയുടെ അടുത്ത് പോകത്തില്ല. അജയന് ഒരു ജോലി വേണം. അജയന് ഈ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. അമ്പിളി ഒരു പപ്പടം ഉണ്ടാക്കുന്ന ഭാര്യ അമ്പിളി പപ്പടം ഉണ്ടാക്കുന്ന ഫാക്ടറിയിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫാക്ടറിയല്ല, പപ്പടം ഉണ്ടാക്കുന്ന ഒരു യൂണിറ്റിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊതുവേ അജയൻ്റെ ജീവിതം ആശങ്കകളോടെ നമ്മുടെ മുമ്പിലുണ്ട്. പ്രവാസ ലോകത്തിൻ്റെ പ്രേക്ഷകർ ഇത് മുഴുവൻ കാണുന്നുണ്ടാവും. ഈ ശ്രമത്തിൽ ഇത്രയും പെട്ടെന്ന് അജയനെ നാട്ടിലെത്തിക്കാൻ സാധിച്ച പ്രവാസ ലോകത്തിൻ്റെ താബൂക്കിലെ മാസ് പ്രവർത്തകരായ ഉണ്ണി മുണ്ടുപറമ്പലിനോടും ഷോബിനോടും സിറാജിനോടും, കൂടാതെ പെട്ടെന്ന് എക്സിറ്റ് റീ എൻട്രി തരപ്പെടുത്തി തന്ന എംബസിയിലെ ഉദ്യോഗസ്ഥരോടും ജിദ്ദ കോൺസുലേറ്റിലെ ഉദ്യോഗസ്ഥരോടും പ്രവാസ ലോകം അതിയായ നന്ദി രേഖപ്പെടുത്തുന്നു. പക്ഷേ നമ്മുടെ മുമ്പിൽ അജയനും അജയൻ്റെ ജീവിതവും യദുവും എല്ലാം ചോദ്യചിഹ്നങ്ങൾ തന്നെയാണ്. അതിനും എന്തെങ്കിലും ഉത്തരം പ്രവാസികൾ ഞങ്ങൾക്ക് തരുമെന്ന് കരുതുന്നു. നന്ദി.
തബൂക്കിലെ മാസ് സനയ്യ യൂണിറ്റ് സ്വരൂപിച്ച ചികിത്സാ സഹായം അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ച് മാസ് തബൂക്ക് വൈസ് പ്രസിഡന്റ് ഉണ്ണി മുണ്ടുപറമ്പിൽ കൈമാറി. കയറിക്കിടക്കാൻ പോലും ഒരിടമില്ലാത്ത അവസ്ഥയിലാണ് അജയകുമാറിന്റെ കുടുംബം. വാടക വീട്ടിൽ കഴിയുന്ന ഇവർക്ക് നാട്ടുകാർ ഒരു ഷെഡ് പണിതു കൊടുത്തിരിക്കുന്നു. ഈ കുടുംബത്തെ സഹായിക്കാൻ താല്പര്യമുള്ളവർക്കായി ആലപ്പുഴ SBI ബാങ്കിൽ ഒരു അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. അക്കൗണ്ട് നമ്പർ 3277011363. 2005 ഷാർജയിലേക്ക് പോയ കാസർഗോഡ് സ്വദേശി വിജയൻ 2 വർഷം മാത്രമേ കൃത്യമായി വീടുമായി ബന്ധപ്പെട്ടിരുന്നുള്ളൂ. അൽ ഖലീജ എന്ന അറബി പത്രത്തിന്റെ വിതരണക്കാരനായി അജ്മാൻ ഷാർജ ബോർഡറിലുള്ള കാഫിയ മുക്കന്നൂരിൽ ഇദ്ദേഹം ദിവസവും പുലർച്ചെ എത്താറുണ്ട്. എന്നാൽ ഇതിനിടയിൽ ഒരിക്കൽ പോലും അമ്മയെയോ ഇതിനിടയിൽ മരണമടഞ്ഞ അച്ഛനെയോ കാണുവാൻ ഇദ്ദേഹം നാട്ടിലെത്തിയിട്ടില്ല. വിജയനെ അന്വേഷിച്ചാണ് അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠനും അമ്മയും ജ്യേഷ്ഠന്റെ ഭാര്യയും പ്രവാസലോകത്തിലെത്തിയിരിക്കുന്നത്. വിജയൻ എത്ര വയസ്സായിട്ടുണ്ട്? ഇപ്പം 42 വയസ്സ് കഴിഞ്ഞു. എത്ര കൊല്ലമായി പോയിട്ട്? 9 വർഷം. അതിലിടക്ക് വന്നിട്ടില്ല? 10 വർഷത്തോളമായി വന്നിട്ടില്ല. ഒരു പ്രാവശ്യവും വന്നിട്ടില്ല? ഇല്ല. ആകെ പോയത് 9 വർഷം മുമ്പാണ്. അതെ. അതിന് മുമ്പ് പോയിട്ട് വന്നതൊന്നുമല്ല. അല്ല. പത്രക്കാരനാണ് അല്ലേ? അതെ. അജ്മാന്റെ അവിടെ ഉണ്ടാവും രാവിലെ വരും പത്രം വിതരണം ചെയ്യാൻ വേണ്ടി. അമ്മനെ നോക്കൂല അല്ലേ? എന്തെങ്ങനെ വരാൻ കാരണം അമ്മേ? മോൻ പുതിയതായിട്ടൊന്നുമില്ല. ഇവിടെ എന്തായിരുന്നു പണി വിജയന്? ഇവിടെ ഒരു കച്ചവടം ഉണ്ടായിരുന്നു. അപ്പൊ എങ്ങനെയായിരുന്നു സ്ഥിതി? അപ്പൊ നേരെ ഉണ്ടായി. കാശൊക്കെ തരും അമ്മയ്ക്ക്? ഒക്കെ തരും. എന്താ കല്യാണം കഴിക്കഴിഞ്ഞാല്? കൊണ്ടിടും. കല്യാണം കഴിച്ചാ? ഇല്ലപ്പോ. എന്താ കല്യാണം കഴിക്കഴിഞ്ഞ? ഞാൻ ഇപ്പോഴേ കഴിക്കുന്നില്ല, അതിനെ കൊണ്ട് കഴിപ്പിച്ചോന്ന് പറഞ്ഞു പോകുമ്പോ. എന്താ കാരണം? ഞാൻ ഇങ്ങനെ പോന്ന് ഞാൻ വന്നിട്ട് അമ്മ നോക്കിക്കോളാം, നോക്കിക്കോളാന്ന് പറഞ്ഞു. കല്യാണം അമ്മ പിന്നെ അന്വേഷിച്ചൊന്നുമില്ല? ഞാനാക്കല് കണ്ടപ്പോ പറയുന്നു കാട്ടിലിരുന്ന് ഫോണൊക്കെ ഉണ്ടല്ലോ. ഫോണൊക്കെ ഉണ്ടാവില്ലേ അയാൾക്ക്? ഫോൺ എടുക്കല്ല. ഫോൺ വിളിച്ചാൽ എടുക്കല്ല. അച്ഛൻ മരിക്കുന്നതിന് മുമ്പ് പറഞ്ഞുകൊണ്ടായിരുന്നു കാണണം എന്ന് പറഞ്ഞിട്ട്. അത് കഴിഞ്ഞില്ല. അപ്പം അമ്മക്കും അതേ ആശയാണ് ഇല്ലത്. ഇപ്പോൾ വന്ന് കണ്ടു പോയാൽ മതി. നിങ്ങൾ പോയിട്ട് താമസിക്കും. ഇവിടെ നിൽക്കാൻ താല്പര്യമില്ലെങ്കിൽ ഒന്ന് കാണാൻ വേണ്ടിയിട്ട്. ചെറുപ്പത്തിൽ എങ്ങനെയായിരുന്നു അമ്മേ വിജയൻ? ചെറുപ്പത്തിൽ നല്ല സ്വഭാവമായിരുന്നു. പിന്നെ എന്തെങ്ങനെ ഇതായി പോയി? ചെറുപ്പത്തിലത്തെ കാര്യമൊന്നും പറയാനിട്ടാ. ഇവന്റെ ഞങ്ങളുടെ പെങ്ങളെ 3 കുട്ടികൾക്ക് സുഖമില്ല, മാനസികമായിട്ട്. ഇവനാണ് എല്ലാ കാര്യങ്ങളെല്ലാം നോക്കിക്കൊണ്ടായത്. ഇവൻ കുറേ മടുത്തു പോയി ഇവിടെ നിന്നിട്ട് ആ കുട്ടികളെ കാരണം. ഇപ്പോൾ അവർക്ക് നല്ല സുഖമുണ്ട്, തിരക്കില്ലാത്ത പോകുന്നുണ്ട്. അവരൊക്കെ നല്ല നിലയിലായി. നല്ല നിലയിലായില്ല, എന്നാലും അസുഖവും കാര്യമായിട്ട് കുറച്ചും കൂടി മെച്ചത്തിൽ പോകുന്നുണ്ട്. ജീവിതമൊക്കെ പോകുന്നുണ്ട്. ഇപ്പോ അതിന്റെ ഒരു ഭാരം പുള്ളിക്ക് അമിതമായിട്ട് തോന്നിയിട്ടുണ്ടാവാം അല്ലേ? കാരണം അവനാണ് അതിന്റെ കഷ്ടപ്പാട് മുഴുവൻ അവനാണ് സഹിച്ചത്. അച്ഛനില്ലാത്ത കുട്ടികളാണ്. അപ്പോൾ അവൻ കുറെ മടുത്തു പോയത്. അവരെ നോക്കിയിട്ട് പെങ്ങളില്ല? എപ്പോഴും പെങ്ങളുണ്ട്. വലിയ കുട്ടികളായപ്പോൾ ഇപ്പോൾ വലുതായി. 28 വയസ്സ്. ജോലിയൊന്നുമില്ല, കാര്യമായിട്ട് ജോലിയൊന്നുമില്ല. എന്നാലും അസുഖം കാര്യമായിട്ട് ഇപ്പോഴും പോകുന്നുണ്ട്. അമ്മ ഇപ്പൊ എന്താ പറയാ? നമ്മള് കാണണ്ടല്ലേ? നമ്മള് വരികയല്ലേ വരട്ടെ. ഇപ്പൊ വന്നാ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഒരു കല്യാണമൊക്കെ കഴിച്ച് അത്രയും പ്രായമൊന്നും അധികം ആയിട്ടില്ലല്ലോ ഇപ്പൊ. അപ്പൊ നാട്ടിൽ വന്നപ്പോൾ നമുക്ക് എന്തോ ചുറ്റുപാട് ഉണ്ടാക്കി കൊടുക്കാം. അവന് നാട്ടിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമുക്കൊന്ന് കാണണം. ഷാർജയിലെയും അജ്മാനിലെയും പ്രവാസലോകം പ്രവർത്തകരോടാണ് നിങ്ങൾ ഒരു ദിവസം നേരത്തെ എണീക്കുക. എന്നിട്ട് ഈ അജ്മാന്റെയും ഷാർജയുടെയും അതിർത്തിയുടെ പേരെന്താ പറഞ്ഞു? കാഫിയ മുക്ക്. അവിടെ പോയിട്ട് വിജയൻ നിൽക്കുന്നുണ്ടാവും പത്രമായിട്ട്. ഏത് പത്രമാണെന്ന് വിഷയമല്ല, ഏതെങ്കിലും പത്രം. അൽ ഖലീജ് എന്ന പത്രം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വിജയനെ നോക്കിയാൽ വിജയൻ ഉണ്ടാവും അവിടെ. വിജയനെ കൈയോടെ പിടിച്ച് ചോദിച്ചറിയാതെ പ്രവാസ ലോകത്തിലൊക്കെ വന്നിട്ടുണ്ട്. അമ്മയുടെ അവസ്ഥയാണ് കാണുന്നത്. വിജയൻ്റെ നാട്ടിൽ നിന്ന് പോകലും അതുപോലെ തന്നെ അതോടനുബന്ധിച്ച കാരണങ്ങളും വിജയനെ മുഴുവൻ കുറ്റപ്പെടുത്താൻ പറ്റില്ല. ഒരു അമിതമായ ഭാരം വിജയൻ ചുമന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതിൽ നിന്നുണ്ടായ കടുത്ത നിരാശയായിരിക്കണം അദ്ദേഹത്തെ ഇത്തരത്തിലുള്ള ജീവിത നിരാകരണത്തിന് പ്രേരിപ്പിച്ചത് എന്നാണ് എനിക്ക് തോന്നുന്നത്. സാമാന്യത്തിൽ കൂടുതൽ മാനസികമായിട്ടുള്ള ഒരു മടുപ്പ് വിജയനുണ്ടായിരിക്കണം അമ്മയുടെ ഒക്കെ വർത്തമാനത്തിൽ നിന്ന്. എനിക്കതാ മനസ്സിലാവുന്നത്.
വിജയൻ അതൊക്കെ വിട്ടുകളയുക. കാലത്ത് ചില കാലങ്ങളിൽ മനുഷ്യ അവസ്ഥകൾ അങ്ങനെയാണ്. നമ്മളെത്ര പരിഹരിച്ചാലും പരിഹരിക്കാൻ പറ്റാത്ത ദുരിതങ്ങൾ എപ്പോഴും ഭൂമിയിലുണ്ടായിക്കൊണ്ടിരിക്കും. അത് ചിലപ്പോൾ നമ്മൾക്കായിരിക്കും കൂടുതൽ ബാധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വിജയനെ നല്ലോണം അത് ബാധിച്ചിട്ടുണ്ട്. വിജയൻ നല്ലോണം കഷ്ടപ്പെട്ടിട്ടുണ്ട്. വിജയം വരണം. എനിക്കറിയാം, ഞാൻ ഒന്നും ഇപ്പോൾ ഇതിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തെല്ലാം കാരണങ്ങളാണ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതെന്ന് എനിക്കറിയാം. അതിനൊക്കെ ഒരു പരിധിവരെ കാരണം സമാധാനം കണ്ടെത്താൻ പറ്റുള്ളൂ. അത് അവർ പറഞ്ഞ ഒരു പരിധിവരെ അവർക്ക് കണ്ടെത്താൻ പറ്റുള്ളൂ. ആർക്കും കണ്ടെത്താൻ പറ്റുന്ന ഒരു പരിഹാരം ഇല്ല ഈ കാര്യത്തിൽ. ഇവർ പറഞ്ഞ പ്രശ്നങ്ങൾക്ക് ഒരു ശാശ്വത പരിഹാരം നിങ്ങളുടെ കുടുംബത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നിങ്ങൾ നാട്ടിലേക്ക് വരലാണ് ബുദ്ധി. വന്ന് അമ്മയൊന്ന് കാണുക. അമ്മ എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് ഈ കോണിയൊക്കെ ഇറങ്ങി വരുന്നത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വിഷമമായി. അമ്മ അത്ര ബുദ്ധിമുട്ടിയിട്ടാണ് വന്നത്. നിങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട അമ്മയാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയെങ്കിലും നാട്ടിൽ വരണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്. ഇവരെ സമാധാനിപ്പിക്കാൻ വേണ്ടിയിട്ട്, നിങ്ങളുടെ ജീവിതം പുതുതായി കരുപിടിപ്പിക്കാൻ വേണ്ടിയിട്ട്. വിജയൻ വരുമെന്നുള്ള പ്രത്യാശയോടുകൂടി ഞാൻ അമ്മയെ അയക്കുകയാണ്. കേട്ടോ വിജയൻ. സ്വദേശത്തും വിദേശത്തും കാണാതാകുന്നവരെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഞങ്ങളുടെ ഈ യാത്ര. ഇത് തികച്ചും സൗജന്യവുമാണ്. കാണാതായ ആളിൻ്റെ പൂർണ്ണമായ വിവരങ്ങൾ, ഫോട്ടോ, അയക്കുന്നയാളിൻ്റെ ഫോൺ നമ്പർ, അഡ്രസ് തുടങ്ങിയവ സഹിതം ഞങ്ങൾക്ക് എഴുതുക. ഞങ്ങളുടെ വിലാസം: പ്രവാസലോകം, കൈർലി TV, കൈർലി ടവർ, പാളയം, ട്രിവാൻഡ്രം 34. ഞങ്ങളുടെ ഹോട്ട്ലൈൻ മൊബൈൽ നമ്പറുകൾ: കേരളം ഇന്ത്യ, റഫീഖ് റാവുത്തർ 9847920104. ഞങ്ങളുടെ ഇമെയിൽ അഡ്രസ് pravasaloகம்@gmail.com. ഞങ്ങൾക്ക് ശേഷം പ്രവാസലോകം മുംബൈയിൽ കണ്ടെത്തിയ സോമനെ ഓർമ്മിപ്പിക്കുന്നതാണ് മൊയ്തീൻ കുട്ടിയുടെ തിരോധാനം. ഇദ്ദേഹത്തെ കണ്ടെത്തുന്നതിനായി കൈരളിയുടെ മുംബൈയിലുള്ള പ്രേക്ഷകർ സഹകരിക്കുമെന്ന പൂർണ്ണ വിശ്വാസത്തോടുകൂടി UAE എക്സ്ചേഞ്ച് പ്രവാസലോകത്തിൻ്റെ ഇന്നത്തെ അധ്യായം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.